നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുന്നെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അദാനി പ്രതിനിധികളെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിരട്ടി. കളി കയ്യിലിരിക്കട്ടെ എന്നാണ് CM പറഞ്ഞത്. എന്നാൽ ഓഹരി കൈമാറ്റത്തിന്റെ വിശദമായ ചർച്ചകൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. സർക്കാരുമായി യാതൊരു കൂടിയാലോചനയുമില്ലാതെ വിദേശ നിക്ഷേപം സ്വീകരിക്കാനുള്ള തീരുമാനം സർക്കാരിനെ ശരിക്കും ഞെട്ടിച്ചു. ഇടത് സർക്കാരിന്റെ കാലത്ത് ചർച്ചകൾ നടന്നു എന്ന സംശയം തോന്നിയത് അങ്ങനെയാണ്. ഏതായാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദാനിക്കെതിരെ ശക്തമായി രംഗത്തെത്തിയത് മറ്റൊരു രാഷ്ട്രീയ തന്ത്രമാകാം. സർക്കാരിന്റെ അനുമതിയോടെ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ. കരാറിലെ വ്യവസ്ഥകളും മറ്റ് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ സർക്കാർ തുടർ നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ആവശ്യമെങ്കിൽ സർക്കാർ കർശന നിലപാട് സ്വീകരിക്കും. മുഖ്യമന്ത്രിയുടെ വിരട്ട് വന്നതിന് പിന്നാലെ അദാനി ഓട്ടം പിടിച്ചെന്നാണ് അണിയറ വർത്തമാനം. കേരള സർക്കാരിനെ നോക്കുകുത്തിയാക്കാനായിരുന്നു ശ്രമം നടന്നത്. എന്നാൽ ഭരിക്കുന്നത് സതീശനാണെന്ന കാര്യം അദാനി മറന്നു. സംഭവിക്കാൻ പാടില്ലാത്തത് എന്തോ സംഭവിച്ചു എന്ന മട്ടിലായിരുന്നു പിണറായിയുടെ പ്രതികരണം. ഒന്നും അദ്ദേഹം കണ്ടതുമില്ല, കേട്ടതുമില്ല. സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരുമായി കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരി പങ്കാളിത്തത്തോടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുന്നെന്ന പ്രഖ്യാപനമുണ്ടായത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായത്. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ കൺസെഷനെയറുടെ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ. കൺസ്ട്രക്ഷൻ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും മറ്റ് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ചതിനു ശേഷം ഇക്കാര്യത്തിൽ സർക്കാർ തുടർ നിലപാട് സ്വീകരിക്കും. സംസ്ഥാനത്തിന്റെ താൽപര്യം പൂർണ്ണമായും സംരക്ഷിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ ആഗോളതലത്തിൽ മത്സരക്ഷമമായ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് എന്ന നിലയിൽ അതിന്റെ പൂർണ്ണ സാധ്യതകൾ കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. നേരത്തെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിരുന്നു. 49% ഓഹരി MSCക്ക് കൈമാറാനുള്ള തീരുമാനം അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഔദ്യോഗികമായി ബുധനാഴ്ചയാണ് സർക്കാരിനെ അറിയിച്ചത്. തുറമുഖ നടത്തിപ്പിന് സർക്കാരുമായുള്ള കരാറിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറുന്നത് സംബന്ധിച്ച് തീരുമാനം വിവാദമായതോടെയാണ് നടപടി വേഗത്തിലാക്കിയത്. വിഴിഞ്ഞം പോർട്ടിൽ 49% നിക്ഷേപം നടത്താമെന്ന ധാരണയാണ് MSCയും അദാനിയും തമ്മിലുള്ളത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരം വാങ്ങിയ ശേഷമാണ് വിവരം പുറത്തുവിട്ടത്. സംസ്ഥാന സർക്കാരിന് ഈ ധാരണയുടെ വിശദാംശ സഹിതം അപേക്ഷ നൽകുന്നതാണ് അടുത്ത നടപടി. സർക്കാർ അംഗീകാരത്തിന് ശേഷം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അംഗീകാരം വാങ്ങണം. ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ 6 മാസം വരെ സമയമെടുക്കും. ഇതിനുശേഷമേ നിക്ഷേപ കൈമാറ്റം സാധ്യമാവുകയുള്ളൂ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ അവസാനഘട്ട വികസനം 2028 ഡിസംബറിനകം പൂർത്തീകരിച്ചാൽ 20 വർഷം അധികമായി തുറമുഖം കൈവശം വയ്ക്കാനുള്ള അർഹതയിലേക്ക് അദാനി പോർട്സ് എത്തും. സംസ്ഥാന സർക്കാർ അനുവദിച്ചാൽ 2060 അവസാനിക്കേണ്ട കൈവശ കാലാവധി 2080 വരെ നീട്ടിക്കിട്ടും. ഈ ലക്ഷ്യം മുൻനിർത്തി കൂടിയാണ് അവസാനഘട്ട വികസനം സമയത്ത് പൂർത്തിയാക്കാനായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നിക്ഷേപം അദാനി സ്വീകരിക്കുന്നത്. വായ്പയെടുത്ത് നിർമ്മാണം നടത്തുന്നതിന് പകരം നിക്ഷേപ സമാഹരണത്തിലൂടെ പണം കണ്ടെത്തുന്നു. പണം മുടക്കുന്ന MSC അവരുടെ പ്രധാന കേന്ദ്രമാക്കി വിഴിഞ്ഞത്തെ മാറ്റുന്നതോടെ വരുമാനവും വർദ്ധിക്കും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് MSC കമ്പനി 13,000 കോടിയുടെ വിദേശ നിക്ഷേപം നടത്തുന്നത് സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിക്കുകയോ അനുമതി തേടുകയോ ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞു. വിദേശ നിക്ഷേപം നടക്കുന്നു എന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനായി സർക്കാരിനോട് അനുമതി തേടിയിട്ടില്ല. കരാറിലെ ക്ലോസ് 5 പ്രകാരം സർക്കാരിന്റെ അംഗീകാരമില്ലാതെ അവർക്ക് ഈ ഷെയർ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിന്റെയും ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെയും അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ 49% ഓഹരിയാണ് MSCയുടെ തുറമുഖ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന് വാങ്ങുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലെന്ന് അദാനി ഗ്രൂപ്പ് അധികൃതർ വ്യക്തമാക്കി. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് സെക്യൂരിറ്റീസ് ആൻഡ്
എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെയാണ് ആദ്യം അറിയിച്ചത്. തുടർന്ന് നിരവധി അനുമതികൾ ഇതിനായി ആവശ്യമുണ്ട്. അടുത്ത ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിനെ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിച്ച് അനുമതി തേടുക. തുടർന്ന് വിദേശ നിക്ഷേപം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട വിവിധ ഏജൻസികളെ അറിയിച്ച് അനുമതി തേടും. ഇത്തരത്തിൽ അംഗീകാരങ്ങൾ എല്ലാം ലഭിച്ച ശേഷം മാത്രമേ ഓഹരി കൈമാറ്റം സാധ്യമാകൂ എന്നും അദാനി ഗ്രൂപ്പ് അധികൃതർ വ്യക്തമാക്കി. തുറമുഖ നടത്തിപ്പ് സംബന്ധിച്ച് 2015 ആദ്യ കരാറും 2024 സർക്കാരും അദാനിയും തമ്മിലുള്ള ആർബിട്രേഷൻ നടപടികൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സപ്ലിമെന്ററി കരാറും വെച്ചിരുന്നു. കരാർ പ്രകാരം 2034 മുതലാണ് സംസ്ഥാന സർക്കാരിന് വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങുന്നത്. 2024 ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച തുറമുഖം 2060 വരെ കൈവശം വയ്ക്കാനാണ് അദാനി കമ്പനിക്ക് അനുമതിയുള്ളത്. ഓഹരി പങ്കാളിത്തത്തിലേക്ക് MSCയുടെ വരവ് സർക്കാരും അദാനിയും തമ്മിലുള്ള കരാറിലെ ഏതെങ്കിലും വ്യവസ്ഥയെ പരോക്ഷമായെങ്കിലും ബാധിക്കുന്നതാണെങ്കിൽ കരാറിലടക്കം ഭേദഗതി വേണ്ടിവരും. ഇതിന് നിയമപരമായ പരിശോധനയും മന്ത്രിസഭയുടെ അംഗീകാരവും വേണ്ടിവരും. അദാനി കമ്പനിയുമായി 2015 സംസ്ഥാന സർക്കാർ ഏർപ്പെട്ട കൺസെഷൻ എഗ്രിമെന്റിലെ വ്യവസ്ഥ 5(3) പ്രകാരം 25% ഓഹരി കൈമാറ്റം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മാറ്റം എന്നിവ ഉടമസ്ഥതാ കൈമാറ്റമായാണ് കണക്കാക്കുക. അദാനി ഗ്രൂപ്പ് ഓഹരി കൈമാറ്റ വിവരം അറിയിച്ചാൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി പരിശോധിച്ച് സർക്കാരിലേക്ക് ശുപാർശ ചെയ്യണം. ദേശീയ സുരക്ഷ, പൊതു താൽപര്യം, കരാറിലെ വ്യവസ്ഥകൾ, വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട നയം എന്നിവ അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം. സർക്കാരിന്റെ തീരുമാനമായിരിക്കും അന്തിമം. ഉടമസ്ഥതാ കൈമാറ്റം മൂലം അദാനി കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു ബാധ്യതയ്ക്കും സർക്കാർ ഉത്തരവാദിയല്ലെന്ന് കരാറിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദാനി പോർട്സിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികളാണ് യൂറോപ്യൻ ഷിപ്പിംഗ് ഭീമനായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി സ്വന്തമാക്കുന്നത്. AVPPLന് $285 കോടി മൂല്യം വിലയിരുത്തി $139.7 കോടി ഓഹരി വാങ്ങുന്നത്. MSCയുടെ തുറമുഖ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ആണ് വിഴിഞ്ഞത്ത് നിക്ഷേപം നടത്തുന്നത്. ഗുജറാത്തിലെ മുദ്രയ്ക്കും തമിഴ്നാട്ടിലെ എണ്ണൂറിനും പിന്നാലെ അദാനിയും MSCയും തമ്മിൽ ഇന്ത്യയിലെ 3ാമത്തെ തുറമുഖ സഹകരണമാണിത്. വിഴിഞ്ഞം തുറമുഖത്ത് MSC കമ്പനിയുമായി അദാനി ഗ്രൂപ്പ് പങ്കാളിത്തം ഉണ്ടാക്കുമ്പോൾ കുത്തക അവകാശം സ്ഥാപിക്കുമെന്നും അത് കേരളത്തിന്റെ വാണിജ്യ താൽപര്യത്തിനും തുറമുഖത്തിന്റെ ഭാവി വികസനത്തിനും അപകടകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. റോഡ് വഴിയുള്ള ചരക്ക് നീക്കം ആരംഭിച്ചു കഴിയുമ്പോൾ ഒരു നിശ്ചിത കമ്പനിയുടെ കണ്ടെയ്നറിലൂടെ മാത്രം ചരക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകും. അവർ നിശ്ചയിക്കുന്ന നിരക്ക് എല്ലാ വ്യവസായികളും അംഗീകരിക്കേണ്ടി വരും. കുത്തകവൽക്കരണം വരുമ്പോൾ മറ്റു കമ്പനികൾക്ക് അവസരമില്ലാതാവുകയും മത്സരക്ഷമത ഒഴിവാക്കുകയും ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 2015 ഓഗസ്റ്റിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ കൺസെഷൻ കരാർ പ്രകാരം 2055 വരെയായിരുന്നു അദാനിക്ക് തുറമുഖം കൈവശം വയ്ക്കാവുന്ന കാലാവധി. നിർമ്മാണം ഏറ്റെടുത്ത വർഷം മുതൽ 40 വർഷത്തേക്ക് എന്നതാണ് കരാറിലുള്ളത്. എന്നാൽ ആദ്യഘട്ട നിർമ്മാണ പൂർത്തീകരണം വിവിധ കാരണങ്ങളാൽ വൈകിയതോടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സർക്കാരും അദാനിയും ആർബിട്രേഷൻ നടപടികളിലേക്ക് നീങ്ങിയിരുന്നു. ഒത്തുതീർപ്പിന്റെ ഭാഗമായി 2024 നവംബറിൽ സപ്ലിമെന്ററി കരാർ വെച്ചു. ഇതനുസരിച്ച് അദാനി വരുത്തിയ കാലതാമസം സർക്കാർ മാപ്പാക്കി. ആർബിട്രേഷൻ നടപടിയിൽ നിന്ന് അദാനിയും പിന്മാറി. 2055 തീരേണ്ട കൺസെഷൻ കാലാവധി 2060 വരെ ദീർഘിപ്പിച്ചു നൽകി. 2015 കരാർ പ്രകാരം 30 വർഷത്തിനകം അദാനി തുറമുഖം വികസിപ്പിച്ച് പൂർണ്ണശേഷി കൈവരിച്ചാൽ കൺസെഷൻ കാലാവധി തീരുന്ന 2055 ശേഷം 20 വർഷം വരെ അധികമായി കാലാവധി ലഭിക്കുമെന്ന വ്യവസ്ഥയുണ്ട്. പക്ഷെ ഇതിന് സർക്കാരും അദാനിയും സമ്മതിക്കണം. വിഴിഞ്ഞത്തിന്റെ വിജയ സാധ്യത മനസ്സിലാക്കി സപ്ലിമെന്ററി കരാറിൽ പൂർണ്ണശേഷി 2028 ഡിസംബറിനകം കൈവരിക്കുമെന്ന് അദാനി വാഗ്ദാനം ചെയ്തു. സപ്ലിമെന്ററി കരാറിൽ കൺസെഷൻ കാലാവധി 2060 ആയി നിശ്ചയിച്ചതിനാൽ 2080 വരെ നീട്ടി കിട്ടാനുള്ള ക്ലെയിം ഇതുവഴി അദാനിക്ക് ലഭിക്കും. കൺസെഷൻ കാലാവധി നീട്ടി നൽകുന്നില്ലെങ്കിൽ 2060 സംസ്ഥാന സർക്കാരിന് പോർട്ട് അവിടെയുള്ള മുതൽ മുടക്ക് അടക്കം പൂർണ്ണമായി കൈമാറണമെന്നാണ് വ്യവസ്ഥ. പുതിയ കരാർ വെച്ച് അദാനിയെ ഏൽപ്പിക്കുകയോ ടെൻഡറിലൂടെ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുകയോ ചെയ്യാം. VS ദുർബലനായതോടെയാണ് അദാനി പിണറായിയുമായി ബന്ധം സ്ഥാപിച്ചത്. പിണറായി മുഖ്യമന്ത്രി ആയതോടെ അദാനി ഭരണത്തിൽ പിടിമുറുക്കി. ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറിയത്. കരൺ അദാനിയുടെ ഭാര്യയുടെ കമ്പനിയിൽ നിന്നുമാണ് കേരള സർക്കാർ തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരണത്തിന് നിയമോപദേശം വാങ്ങിയത്. ഇത് അദാനിയെ സഹായിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു. കരൺ അദാനിയുടെ കമ്പനിയാണെന്ന് അറിയാതെയല്ല കേരള സർക്കാർ അവരിൽ നിന്ന് നിയമോപദേശം വാങ്ങിയത്. അതായത് അദാനിക്ക് തന്നെ വിമാനത്താവളം നൽകുക എന്ന ലക്ഷ്യമാണ് കേരള സർക്കാരിന് ഉണ്ടായിരുന്നത് എന്നത് വ്യക്തം.
കരൺ അദാനിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹം BJPയുടെ വിശ്വസ്തനാണ്. ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിനെതിരായ ക്രിമിനൽ കേസ് കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ച് ഒതുക്കിയത് കരൺ അദാനി വഴിയാണ്. അദ്ദേഹം വിമാനത്താവളം അദാനിക്ക് നൽകിയതിനെ അനുകൂലിക്കുന്നു. അദാനിയുടെ ഭാര്യയുടെ കമ്പനി കേരള സർക്കാരിന്റെ നിയമ കൺസൾട്ടന്റ് അല്ല. വിമാനത്താവളം കേസിന് വേണ്ടി മാത്രം കേരള സർക്കാർ അവരെ സമീപിച്ചത് ദുരൂഹമാണ്. വിമാനത്താവളം അദാനിക്ക് നൽകിയാൽ സ്വർണ്ണക്കടത്ത് അദാനി തന്നെ ഒതുക്കുമെന്ന് കേരള സർക്കാർ കരുതുന്നതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു. ലാവ്ലിൻ കേസിലും അദാനി ഇടപെട്ടതായി ചെന്നിത്തല ആരോപണം ഉന്നയിച്ചിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെൻഡർ വിളിച്ചത് അദാനിയുമായി ബന്ധമുള്ള സ്ഥാപനത്തിൽ നിന്നും സഹായം തേടിയാണെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി സർക്കാർ സ്ഥാപനമായ KSIDC രംഗത്തെത്തിയിരുന്നു. വിമാനത്താവളത്തിൽ എത്തുന്ന ഒരു യാത്രക്കാരന് 135 രൂപ എന്ന നിരക്കാണ് നടത്തിപ്പിനുള്ള കരാർ ലഭിക്കാൻ സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്തത്. 168 രൂപ വാഗ്ദാനം ചെയ്ത അദാനിക്ക് കരാർ കിട്ടി. കേരള സർക്കാർ കോട്ട് ചെയ്യുന്നത് 135 രൂപയാണെന്ന് അദാനി നേരത്തെ മനസ്സിലാക്കിയെന്ന് വ്യക്തം. അന്നത്തെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ പ്രത്യേക സമിതിയാണ് 135 രൂപ എന്ന തുക നിശ്ചയിച്ചതെന്നും KSIDC വിശദീകരിക്കുന്നു. അതിനാൽ സർക്കാർ ഉന്നതർക്കെല്ലാം ഇക്കാര്യം നേരത്തെ വ്യക്തമായിരുന്നു. വിമാനത്താവളം നടത്തിപ്പ് ലഭിച്ച അദാനിയെ ശക്തമായി എതിർക്കുന്ന സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്ന ടെൻഡർ വിവരങ്ങളാണ് പുറത്തു വന്നത്. സർക്കാരിന് വേണ്ടി ടെൻഡറിൽ പങ്കെടുക്കാനായി വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ KSIDC മുടക്കിയത് 2 കോടിയിലേറെ രൂപ. സഹായം തേടിയത് 2 സ്ഥാപനങ്ങളിൽ നിന്നാണ്, KPMGയും പിന്നെ സിറിൽ അമർചന്ദ് മംഗൾദാസും. ആദ്യത്തെ കമ്പനിയാണ് പ്രളയത്തിൽ വിവാദമായത്. നിയമസ്ഥാപനമായ സിറിൽ അമർചന്ദ് മംഗൾദാസും ടെൻഡർ നേടിയ അദാനിയും തമ്മിലെ ബന്ധമാണ് സർക്കാരിനെ കുരുക്കിയത്. സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ സിറിൽ ഷ്രോഫിന്റെ മകൻ പരീതി ഗൗതം അദാനിയുടെ മകൻ കരൺ അദാനിയുടെ ഭാര്യയാണ്. പരിധിക്കും കമ്പനിയിൽ പങ്കാളിത്തമുണ്ടെന്നും ലിങ്ക്ഡിൻ പ്രൊഫൈൽ വ്യക്തമാക്കുന്നു. വിമാനത്താവളം വഴിയുള്ള യാത്രക്കാർക്ക് KSIDC ടെൻഡറിൽ കോട്ട് ചെയ്ത 135 രൂപയായിരുന്നു. 168 നിർദ്ദേശിച്ച അദാനിക്ക് ടെൻഡർ കിട്ടി. ഒന്നാമതെത്തിയ കമ്പനിയും KSIDC തുകയും തമ്മിൽ 10% വ്യത്യാസമേ ഉള്ളൂ. എങ്കിൽ റൈറ്റ് ഓഫ് റെഫ്യൂസൽ പ്രകാരം KSIDCക്ക് വീണ്ടും കോട്ട് ചെയ്യാൻ കേന്ദ്രം സമ്മതിച്ചിരുന്നു. എന്നാൽ അതിനു മുകളിലാണ് അദാനി നിർദ്ദേശിച്ച തുക എന്നതുകൊണ്ടാണ് KSIDCക്ക് കരാർ കിട്ടാതിരുന്നത്. ടെൻഡർ തുക നിശ്ചയിക്കുന്നതിൽ സിറിൽ അമർചന്ദ് മംഗൾദാസ് എന്തെങ്കിലും നിർദ്ദേശം നൽകിയോ എന്ന് ഇതുവരെ വ്യക്തമല്ല. അദാനി ബന്ധമുള്ള സ്ഥാപനത്തിൽ നിന്നും സഹായം തേടിയത് രാഷ്ട്രീയ വിവാദമായി. ഇത്തരത്തിൽ അദാനിയും പിണറായിയും കൈകോർത്താണ് നീങ്ങിയത്. അതിനാൽ ഇപ്പോഴത്തെ നീക്കങ്ങളും മുമ്പേ ആരംഭിച്ചിരിക്കാൻ സാധ്യതയുണ്ട്.